നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. ഈ വീഡിയോ താരസംഘടന അമ്മയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സബ്ജക്റ്റ് തന്നെയാണ്. ഞാൻ ഇന്നലെ ഒരു വാർത്ത ചെയ്തിരുന്നു. അതിൽ ആരൊക്കെയാണ് മത്സര രംഗത്തേക്ക് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പേര് പറയാത്ത കുറേ ആൾ ട്രഷർ സ്ഥാനത്തേക്കുള്ള പേര് ഞാൻ പറഞ്ഞില്ലായിരുന്നു, എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കുള്ള പേര് പറഞ്ഞില്ലായിരുന്നു. ഈ പേരുകളെല്ലാം നമ്മളൊന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുകയാണ്. കാരണം ഇന്നലെയാണ് രാത്രിയോട് കൂടിയാണ് പരിശോധന പൂർത്തിയാക്കുന്നത്. അതിനുശേഷം ഇത്ര ആളുകൾ മത്സരത്തിനുണ്ട്, 72ഓളം ആളുകൾ മത്സര രംഗത്തുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്ഥാനത്തേക്ക് ഒരാൾക്ക് മത്സരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ 72 സ്ഥാനത്തേക്ക് മത്സരത്തിന് പത്രിക കൊടുത്ത പല സ്ഥാനത്തേക്ക് പല ആളുകളും പല രീതിക്ക് പത്രിക നൽകിയിട്ടുണ്ട്. എന്നാൽ അവസാന 31-ാം തീയതി വരുമ്പോൾ 31 പേരാണ് മത്സരരംഗത്തുള്ളത്. ഇപ്പം നിലവിൽ പത്രിക തള്ളി അങ്ങനെ പോയി കാര്യങ്ങൾ അനുസരിച്ച് 65 പേര് മത്സരരംഗത്താണ് ഉള്ളത്. 65 പേര് മത്സരരംഗത്തും 31-ാം തീയതി ആകുമ്പോൾ അത് ക്ലിയർ ആകുമ്പോൾ 31 പേര് മത്സരരംഗത്തേക്ക് വരും. ഈ മാസം അവസാനം 31 പേര് മത്സരരംഗത്തേക്ക് വരും. അതിൽ ആരെങ്കിലും പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിലും എണ്ണം കുറയും. നമുക്ക് നേരത്തെ കിട്ടിയ വിവരം അനുസരിച്ച് തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് മത്സരം വരുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരം വരുന്നത് ജഗദീഷും ശ്വേതാമേനോനും രവീന്ദ്രനും ജയൻ ചേർത്തലയും അനൂപ് ചന്ദ്രനും ദേവനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് പിന്മാറ്റം ഉണ്ടാകാം, ചിലപ്പോൾ ത്രികോണ മത്സരം ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഒരു സാധ്യത നമ്മൾ തള്ളിക്കളയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 9 പേരാണ് ഇപ്പോൾ നിലവിൽ മത്സരത്തിനുള്ളത്. അവരുടെ പേര് ഞാൻ ഇന്നലെ പറഞ്ഞു, ഒന്നും കൂടി പറയുന്നു. ആശ അരവിന്ദ്, അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല, രവീന്ദ്രൻ, ലക്ഷ്മി പ്രിയ, നവ്യ നായർ, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ, നാസർ ലത്തീഫ്, ഇങ്ങനെ 9 പേരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇന്നലെ ഞാൻ പറഞ്ഞ പേരാണ്, ഒന്നും കൂടെ പറയുകയാണ്. ബാബുരാജ്, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, കുക്കു പരമേശ്വരൻ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് 13 പേരാണ് മത്സരിക്കുന്നത്. 13 പേര് മത്സരിക്കുന്നു. ആശ അരവിന്ദ്, അനൂപ് ചന്ദ്രൻ, വിനു മോഹൻ, രവീന്ദ്രൻ, ടിനി ടോം, കുക്കു പരമേശ്വരൻ, സരയു, ബാബുരാജ്, ലക്ഷ്മി, സുരേഷ് കൃഷ്ണ, ജയൻ ചേർത്തല, ഉണ്ണി, അൻസിബ, ഇങ്ങനെ 13 പേര് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രഷറർ സ്ഥാനത്തേക്ക് 9 പേരാണ് മത്സരിക്കുന്നത്. അനൂപ് ചന്ദ്രൻ, വിനു മോഹൻ, ഉണ്ണി, ടിനി ടോം, ജയൻ, കുക്കു പരമേശ്വരൻ, രവീന്ദ്രൻ, സുരേഷ് കൃഷ്ണ എന്നിവരാണ് ട്രഷറർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. വനിതാ സംവരണമായ എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കുന്ന ആളുകൾ ഇപ്പൊ 4 പേരാണ്. അതിൽ 8 പേരോളം മത്സരിക്കുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് ഈ പേരുകളാണ്: നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു മോഹൻ, ലക്ഷ്മി പ്രിയ, ആശ അരവിന്ദ്, ശ്രുതി ലക്ഷ്മി, അൻസിബ ഹസൻ, അഞ്ജലി നായർ എന്നിവരാണ് അതിൽ മത്സരിക്കുന്നത്. അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ജനറൽ വിഭാഗത്തിലേക്ക്, പുരുഷന്മാരുടെ വിഭാഗത്തിലേക്ക് മത്സരിക്കുന്ന 15-16 പേരാണുള്ളത്. അതിൽ ഉള്ള ആളുകൾ ഇപ്രകാരമാണ്: 15 പേരിലുള്ളത് രവീന്ദ്രൻ, കൈലാഷ്, ഉണ്ണി ശിവപാൽ, അനൂപ് ചന്ദ്രൻ, സിജോയ്, നസീർ, സരയു, റോണി, ടിനി ടോം, സന്തോഷ് കീഴാറ്റൂരാണ്, ജയൻ ചേർത്തല, വിനു മോഹൻ, നന്ദു പൊതുവാൾ, ജോയ് മാത്യു, സുരേഷ് കൃഷ്ണ, നസീർ എന്ന് പറഞ്ഞാൽ നാസർ ലത്തീഫാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇങ്ങനെയാണ് ഇവർ മത്സരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നും ഇത്രയും പേര് മത്സരിക്കുന്നു. ഒരു സ്ഥാനത്ത് നിന്നും പല സ്ഥാനത്തേക്ക് ആളുകൾ പത്രിക കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റാണ് ഞാനിപ്പോൾ കൃത്യമായി പറഞ്ഞത്. അതിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാമനിർദ്ദേശ പത്രിക തള്ളപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തള്ളപ്പെട്ട സാഹചര്യത്തിൽ ജോയ് മാത്യു പ്രസിഡന്റ് സ്ഥാനത്തിനും ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും, അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എക്സിക്യൂട്ടീവിലേക്കും ജോയ് മാത്യു പത്രിക നൽകിയിരുന്നു. അതിൽ 2 പത്രിക ജോയ് മാത്യുവിൻ്റെ തള്ളി എന്നാണ് എനിക്ക് കിട്ടുന്നത്. 2 പത്രിക ജോയ് മാത്യുവിൻ്റെ സാങ്കേതിക ടെക്നിക്കൽ പരമായ മിസ്റ്റേക്ക് കാരണം തള്ളി. പിന്നെ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് മാത്രമായി. അതോടൊപ്പം തന്നെ അൻസിബ ഹസൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയിരുന്നു. ആ പത്രിക തള്ളപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം എക്സിക്യൂട്ടീവിലേക്ക് കൊടുത്ത, വേറെ ഒന്നിലും കൊടുക്കാതെ എക്സിക്യൂട്ടീവിലേക്ക് കൊടുത്ത 2 പേരുണ്ട്. അതിൽ ഇർഷാദ് അലി, പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. ഇർഷാദ് അലിയുടെ പത്രിക തള്ളി. അതോടൊപ്പം തന്നെ രഞ്ജിനി ജോർജ്, ഇവരുടെയും പത്രിക തള്ളി. അങ്ങനെ 1, 2, 3, 4, 5 പേരുടെ പത്രിക തള്ളപ്പെട്ടു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും അത്തരമൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ആകെ ഇനി മത്സരിക്കാൻ ഉള്ളത് 31 പേര്. നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഈ കണക്ക് വെച്ച് 65 പേര്, 66 പേര് മത്സര രംഗത്തുമുണ്ട്. ഇതാണ് കൃത്യമായ കണക്ക്. എന്തായാലും 31-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്നലെ പത്രികാ സമർപ്പണത്തിന് ശേഷം വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ആളുകളും വോട്ടുകൾ തേടിയുള്ള ആളുകളുമായി ഫോണിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ പല പ്രശ്നങ്ങളും ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ അവിടെ ഈ പത്രിക ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മീഡിയയ്ക്ക് വാർത്ത നൽകിയതുമായി ബന്ധപ്പെട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ സ്വരച്ചർച്ച ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അവിടെ നടക്കുമ്പോൾ തന്നെ മെയിൻ സാറ്റലൈറ്റ് ചാനലിലേക്ക് വാർത്ത വരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ചെറിയ തോതിൽ വാക്കുതർക്കമുണ്ടായി എന്ന വിവരവും എനിക്ക് ലഭ്യമാവുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മലയാള സിനിമ നയിക്കാൻ ഇനി ആരാണ്, അമ്മ സംഘടന നയിക്കാൻ ആരാണ്,
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആര് വരുമെന്ന് ഉറ്റുനോക്കുന്ന ഒരു ഇതുണ്ട്. അതോടൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനം, ട്രഷറർ സ്ഥാനം, ഇതാണ് 3 സ്ഥാനങ്ങളാണ് ഏറ്റവും വലുത്. ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഒരു മത്സരമാണ്. ഇന്ന് വരെ ഇത്തരം ഒരു മത്സരം ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയൊരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മത്സരിക്കാൻ, ജനാധിപത്യപരമായിട്ട് മത്സരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. മോഹൻലാൽ എന്നൊരു വ്യക്തി ലാലേട്ടൻ മാറിയപ്പോൾ മത്സരത്തിക്ക് എല്ലാവരും വരട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ നിരവധി ആളുകൾ വരുന്നു. ഇനി ആരാണ് ഇതിൻ്റെ യോഗ്യന്മാർ, ആർക്കാണ് ഇത് മത്സരിക്കാൻ യോഗ്യത ഉള്ളതെന്ന് ഇനി ഈ താരങ്ങൾ തന്നെ തീരുമാനിക്കും. വോട്ട് ചെയ്യുന്നവർ തന്നെ ഒന്ന് ആലോചിച്ച് തന്നെ വോട്ട് ചെയ്താൽ മാത്രമുള്ളൂ ഈ സംഘടനയ്ക്ക് ഗുണമുണ്ടാവുള്ളൂ. കാരണം പണ്ടത്തെ പോലെ അല്ല, എവിടെ പോയാലും താരസംഘടനയുടെ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ലാലേട്ടനെയും മമ്മൂക്കാടെയൊക്കെ പേര് എടുത്തു പറയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയപ്പോൾ ഇവരാരുമില്ലാതെ ഈ സംഘടന നയിക്കുമ്പോൾ നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക എന്നത് ഓരോ ആളുകളും ശ്രദ്ധിച്ച് വോട്ട് ചെയ്യണം. കാരണം അത്രമാത്രം നല്ല പ്രവർത്തികൾ താരസംഘടന ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇനിയും തുടർന്ന് നടന്നു പോകണം. കൈനീട്ടമാണെങ്കിലും ഇൻഷുറൻസ് ആണെങ്കിലും മരുന്നിൻ്റെ പദ്ധതിയാണെങ്കിലും എല്ലാം ഇനിയും നടന്നു പോകണം. അപ്പം അതിനുള്ള ഒരു കഴിവും പ്രാപ്തിയുമുള്ളവരെ തന്നെ തിരഞ്ഞെടുക്കാൻ അമ്മ സംഘടനയുള്ളവർ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.